രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള കസ്റ്റഡി അപേക്ഷയിൽ SIT ഉന്നയിച്ചത് 10 കാര്യങ്ങൾ. MLA ആയതിനാൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. മറ്റ് സമാന കേസുകളിലും പ്രതിയാണ് രാഹുൽ. FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിജീവിതയെ ഭീഷണിപ്പെടുത്തി. അതിജീവിതമാർക്കെതിരെ സൈബർ ബുള്ളിയിങ് നടക്കുന്നുവെന്നും SIT ചൂണ്ടിക്കാട്ടി. കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടെന്നും SIT കസ്റ്റഡി അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു. വിവരങ്ങളുമായി ശബന ചേരുന്നു. ശബന, എന്തായാലും SITയുടെ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും കോടതി അംഗീകരിച്ചു എന്നല്ലേ മനസ്സിലാക്കുന്നത്? അതല്ലേ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇപ്പോൾ? ഷാമിനി, 10 കാര്യങ്ങളാണ് ഇതിൽ SIT പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒന്ന്, MLA ആയതിനാൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും, ആ രീതിയിൽ സ്വാധീനിക്കും. മറ്റൊന്ന്, സമാന കേസുകൾ, ആദ്യ 2 കേസുകൾ ഇതിന് സമാനമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പ്രതിക്കെതിരെ അത്തരത്തിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കോടതിയെ അറിയിച്ചു. മറ്റൊന്ന്, ഈ കേസിലെ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷവും ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമാണ് SIT അറിയിച്ചത്. രാഹുൽ പ്രതിയായ കേസിൽ ജീവിതമാർക്കെതിരെ സൈബർ ബുള്ളിയിങ് പതിവാണ്. അത്തരത്തിൽ സൈബർ ബുള്ളിയിങ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ള ആൾക്കെതിരെയും ആ രീതിയിലുള്ള സൈബർ ബുള്ളിയിങ് ഭയക്കുന്നുണ്ട്. മറ്റൊന്ന്, ജാമ്യം നൽകിയാൽ അതിജീവിതയുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് SIT അറിയിച്ചിട്ടുണ്ട്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് പ്രതി ഒളിവിൽ പോയ വ്യക്തിയാണ്. കാരണം മറ്റ് 2 കേസുകളിൽ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഘട്ടം വന്നപ്പോൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് ഒളിവിൽ പോയിരുന്നു. മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിച്ചത്, പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് ലഭിച്ചിട്ടില്ല, അതിൻ്റെ ലോക്ക് അഴിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ പാസ്വേഡ് കണ്ടെത്തണം. കൂടുതൽ ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. മറ്റ് ഡിജിറ്റൽ ഡിവൈസുകൾ കണ്ടെത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ പരിശോധന അല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തണം എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത്. അതിജീവിതയുടെ നഗ്ന വീഡിയോകൾ പകർത്തിയ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ കണ്ടെത്തിയിട്ടില്ല, അത് കണ്ടെത്തണം. ഇങ്ങനെ 10 കാരണങ്ങളാണ് ഇപ്പോൾ SIT കോടതിക്ക് മുമ്പാകെ വെച്ചത്. കോടതി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസം രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടത്. ശബന, ഈ അതിജീവിതയുടെ മൊഴി, പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നതടക്കം അതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളടക്കം ഉന്നയിച്ചായിരുന്നു ഈ പ്രതിഭാഗം കോടതിയിൽ ആദ്യ പ്രതിവാദം ഉന്നയിച്ചിരുന്നത്. കസ്റ്റഡിയിൽ വിടരുത്, രാഹുലിനെ ജാമ്യം നൽകണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ കോടതി നിരാകരിക്കുകയായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു കോടതിയിലെ വാദപ്രതിവാദങ്ങൾ? ഇതിപ്പോൾ ഇന്ന് ഈ കോടതിയിൽ നടന്നത് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദങ്ങളായിരുന്നില്ല, കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങളായിരുന്നു. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ നിരത്തി 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി 3 ദിവസത്തേക്ക് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ശക്തമായി തന്നെ ഈ കസ്റ്റഡിയെ എതിർത്തിരുന്നു. അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിയമവിരുദ്ധമായിട്ടാണ്, നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ്. മറ്റൊരു സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് തിരുവല്ലയിലെ കോടതിയിൽ ഹാജരാക്കി അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനാണ്. ഈ പൊതുജനങ്ങൾക്ക് വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കുന്ന നടപടിയാണ് പോലീസിൻ്റേത്. അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. നിയമപരമായി അറസ്റ്റ് നിലനിൽക്കുന്നതല്ല, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഈ അറസ്റ്റ്. അതുകൊണ്ട് കസ്റ്റഡിയിൽ വിടരുത്, പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിടേണ്ട യാതൊരു സാഹചര്യവും ഈ കേസിൽ ഇല്ല എന്ന വാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ കോടതി അത് തള്ളിക്കളയുകയും 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. ഇനിയിപ്പോൾ 16-ാം തീയതി വീണ്ടും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കും. മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. മജിസ്ട്രേറ്റ് കോടതിക്ക് ഇത്തരം ഒരു കേസിൽ ജാമ്യം നൽകാനുള്ള നിയമപരമായ വ്യവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ജാമ്യാപേക്ഷ തള്ളാനാണ് സാധ്യതയും. ശരി, ഷബ്ന വിവരങ്ങൾ നൽകിയത്.